ACCയിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് പേപ്പറാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. നമുക്ക് ഈ പേപ്പർ എങ്ങനെ സ്ട്രാറ്റജിക്കലി മാനേജ് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. സോ നമ്മൾ ഈ സെഷൻ തൊട്ട് ക്ലാസ്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്റ്റഡി ഹബിൻ്റെ ഡിസ്കഷൻ ആയിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സ്റ്റഡി ഹബ് എന്ന്. ACCയുടെ സ്വന്തം കണ്ടന്റ് ആണ് സ്റ്റഡി ഹബ് എന്ന് പറയുന്നത്. വളരെ റീസെൻ്റ് ആയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ തൊട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടാവുക സ്റ്റഡി ഹബിലായിരിക്കും. നമ്മൾ സ്റ്റഡി ഹബിനെ ബേസ് ആയിട്ടായിരിക്കും കണ്ടന്റ് പഠിക്കുന്നുണ്ടാവുക. എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെയല്ല പഠിക്കുന്നുണ്ടാവുക. നമുക്കതിനകത്ത് കുറേ ഒപ്റ്റിമൈസേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ നമ്മൾ അതേപോലെ തന്നെ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. കുറേ കാര്യങ്ങൾ അതിൽ എളുപ്പത്തിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഒപ്റ്റിമൈസേഷനൊക്കെ എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇൻപുട്ട് ആയിരിക്കും. സോ സ്റ്റഡി ഹബ് മെയിൻ കണ്ടന്റ് അവിടെയുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഒപ്റ്റിമൈസേഷൻ ഉണ്ടാവും. നമുക്ക് കുറേ ഫോർമാറ്റ്സും കുറേ ഇക്വേഷൻസും കുറച്ചും കൂടെ എക്സാം പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് കൂടാതെ തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് വരാൻ നേരത്ത് സ്റ്റഡി ഹബിൻ്റെ അകത്തുള്ള ക്വിസസും പ്രാക്ടീസസും ആയിരിക്കും. ഈ ക്വിസ് ആൻഡ് പ്രാക്ടീസിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ACCയുടെ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൻ്റെ അകത്തുള്ള കണ്ടന്റ്സ് അതിൻ്റെ അകത്തുണ്ട്. പ്രീവിയസ് എക്സാംസിൻ്റെ അകത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് പഠിക്കുന്ന വഴി നമുക്ക് കൂടുതൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പേപ്പറിന് വേണ്ടി പ്രിപ്പയർ ആവാൻ പറ്റുകയും ചെയ്യും. സ്റ്റഡി ഹബ് കൂടാതെ നമ്മൾ എക്സ്ട്രാ 2 കണ്ടന്റ്സ് കൂടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, വിച്ച് ഈസ് BPP ആൻഡ് കപ്ലാൻ. അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അതുപോലെ എടുക്കുന്നില്ല. എക്സാമിന് റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ പറയുന്ന BPP എന്ന കപ്ലാനകത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ വളരെ ഇൻറ്റൻസീവായി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് പെർഫോമൻസ് ഇൻ്റർപ്രിറ്റേഷൻ. പെർഫോമൻസ് ഇൻ്റർപ്രിറ്റേഷൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കാണാപ്പെടാൻ പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയോ അല്ലെങ്കിൽ പാസ് പേപ്പറിൽ നിന്ന് ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ അല്ല. പെർഫോമൻസ് ഇൻ്റർപ്രിറ്റേഷൻ ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മളിത് എങ്ങനെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസ് പഠിക്കും. സോ APM പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PM എഴുതാൻ വേണ്ടി APM പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ APMൻ്റെ അകത്തുള്ള ടെക്നീക്സ്, അവിടെ കണ്ടന്റ്സ് ഡിസ്കസ് ചെയ്യുന്ന രീതി, സ്റ്റൈല് നമ്മൾ പെർഫോമൻസ് മാനേജ്മെൻറ്റ് പേപ്പർ എഴുതാൻ വേണ്ടി ഷുവർലി ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ആ പറയുന്ന കണ്ടന്റ് ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് APM എന്നൊന്ന് കടം എടുത്തിട്ട് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. PMൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. അത് വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതല്ല, എക്സാമിന് റെലവൻ്റ് ആയിട്ടുള്ള എക്സാമിന് കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ സെഷൻ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് കൂടുതൽ മനസ്സിലാക്കേണ്ട പ്രോപ്പർ ഗൈഡൻസ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. സോ ഈ ഗൈഡൻസ് ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഏതൊക്കെ കണ്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി ഹബിൽ നിന്ന് ഗൈഡൻസ് ഉണ്ടാവും. പാസ്റ്റ് പേപ്പേഴ്സ് ഏതൊക്കെ ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്, ഓരോ ടോപ്പിക്കിന് കീഴിൽ ഏത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, ഇങ്ങനെ പ്രോപ്പർ ഗൈഡൻസ് ത്രൂ ഔട്ട് ദ സെഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. സോ നിങ്ങൾക്ക് അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എപ്പോഴും എൻഷുർ ചെയ്യാം.